ഹലോ കൂട്ടുകാരെ, ഞാനേ നിങ്ങൾക്കൊക്കെ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇതെൻ്റെ കൃഷിയുടെ അതാണ്. ഞാൻ മക്കളെപ്പോലെ പോറ്റി വളർത്തുന്നതാണ്. എന്താ ഇതെൻ്റെ തൊണ്ടൻ പച്ചമുളകാണ്, സാമ്പാർ പച്ചമുളക് ആണിത്. പിന്നെ ഇത് നല്ല എരിയുള്ള ഒരു മുളകാണ്. പക്ഷേ മഴയൊക്കെ വന്നപ്പോൾ അവരെന്നെ ചതിച്ചു. എന്നാലും കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ അവർ ഓരോ കായൊക്കെ തരാറുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ വിശേഷങ്ങൾ. ഇടയ്ക്കൊക്കെ അവർ ഒളിച്ചു നിർത്തിയൊക്കെ ഓരോന്ന് തരുന്നുണ്ട്. നമ്മളെ ഇത് എത്ര നോക്കിയാലും ചില സമയത്ത് ഇവർ നമുക്ക് പണി തരും. എന്നാലും കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഇതെൻ്റെ ഒരു വെണ്ടയാണ്. ഇതൊക്കെ പച്ചമുളകിൻ്റെ തൈയാണ്. ഇതൊരു നീല മുളകാണ്. എരി കുറവാണ്, പക്ഷേ നമുക്ക് വിഴുക്ക് വരട്ടിനൊക്കെ ഇത് അരിഞ്ഞിടാൻ കേട്ടോ. ഇതെൻ്റെ തക്കാളിയാണ്. അവർ ഇടയ്ക്ക് പണി തന്നിട്ട് പിന്നെ ഞാൻ അതിൻ്റെ വേറെ മരുന്നൊക്കെ ഇട്ട് കൊടുത്ത് അവർ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഒരു കായ്ഫലങ്ങളൊക്കെ തന്നു തുടങ്ങി. ഇത് ഇത്രയായി. ഇടയ്ക്ക് മഴയൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. അതുപോലെ തന്നെയാണ് ഇവിടെയും ഞാൻ അസുരമുളക് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് എനിക്ക് പണി തന്ന് വെള്ളിയിച്ച വന്ന് ആക്രമിച്ചവരെല്ലാം പോയതാണ്. ഞാൻ വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുത്തപ്പം വെള്ളിയിച്ചയെല്ലാം പമ്പ കടന്ന് അതിൻ്റെ ഇടയിലൊക്കെ ഒരു ഒളിച്ച് ഇങ്ങനെ ഒരു കായൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് എൻ്റെ കൃഷിയാണ്. ഇതൊക്കെ ഒരു നമുക്ക് മനസ്സിനൊരു സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ്. നമ്മൾ കുഞ്ഞു മക്കളെ എങ്ങനെ നമ്മൾ കുഞ്ഞിലെ നോക്കിയെടുക്കുന്നു അതുപോലെ ഇവരെങ്ങനെ നോക്കി 2 നേരം വന്നൊക്കെ നോക്കി ഇവർ ശരിക്കും പൂവൊക്കെ തരുന്നുണ്ട്. ഇതിന് കോഴിക്കാഷ്ടമാണ് 2-3 പ്രാവശ്യം ഇട്ട് കൊടുത്തതിന് ശേഷമാണ് അവർ ഇച്ചിരി ഉഷാറായൊക്കെ വരുന്നുണ്ട്. ഇതെൻ്റെ വെള്ളക്കത്തിരിക്കയാണ്. അതിങ്ങനെ ഒരുപാടൊക്കെ കായ്ച്ചു. കായ്ഫലങ്ങളൊക്കെ തന്നതിന് ശേഷം അവരിങ്ങനെ പണി മുടക്കി നിൽക്കുകയാണ്. എന്തായാലും അവർ വന്നോളും. ഇതൊക്കെ ഓരോ തരത്തിലെ മുളകുകളാണ്, നല്ല മുളകുകളാണ്. ഇത് നമ്മൾ കൃഷി ചെയ്തെടുക്കുന്ന ഇത് മുളകുകൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ വേറെ കീടനാശിനികളൊന്നും തളിക്കാത്തത് കൊണ്ടേ അവരിങ്ങനെ നല്ല ഭംഗിക്ക് നല്ല പച്ചയായിട്ടൊക്കെ കിട്ടും. ഇത് വെള്ളക്കാന്താരിയാണേ. ഇതിങ്ങനെ നിൽക്കുമ്പോൾ നല്ല മുല്ലമൊട്ട് നിൽക്കും പോലെ ഇങ്ങനെ നിൽക്കും. എന്താ എൻ്റെ ഏരിയുള്ള മുളക് ഇങ്ങനെ കാച്ച് എൻ്റെ അടിയിൽ ഒളിച്ച് പഴുത്ത് ഞാൻ പറിച്ചുകൊണ്ട് പോകുമെന്നൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് അവരിങ്ങനെ ഒളിച്ചിങ്ങനെ എൻ്റെ ഇലയുടെ ഇടയിലേക്ക് ഇങ്ങനെ അങ്ങ് നിൽക്കും കേട്ടോ. ഇത് നമുക്കൊരു സന്തോഷമാണ്. ഇത് പണി മുടക്കിയിട്ട് ഇവരെല്ലാം പണി മുടക്കിയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ്. പപ്പ ഇത് ഞാൻ നട്ട ഒരു കുഞ്ഞിലേ കൊണ്ട് നട്ട ഒരു പപ്പയാണ്. അത് കുറേ നാളിങ്ങനെ നിന്നിട്ട് ഇപ്പം കുറച്ച് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ അവരെങ്ങനെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഇതാണ് എൻ്റെ കൃഷിയിടം. ടെറസിൻ്റെ മുകളിലാണ് ഓരോന്നിങ്ങനെ ചെയ്യണത്. ഇപ്പം മഴയൊക്കെ വന്ന് ആകെ നശിച്ച് ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. ഇനി ഇത് മഴ നന്നായിട്ട് തോന്നിയതിന് ശേഷം ഇവിടെ ഞാൻ വിത്തൊക്കെ വാങ്ങി വച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് അടിപൊളിയാക്കിയൊക്കെ ഒന്ന് എടുക്കണം. ഇതൊക്കെ ഒരു സന്തോഷമാണ്. സമയം ഇല്ല എന്നെല്ലാവരും പറയും. പക്ഷേ നമുക്ക് ഉള്ള സമയത്ത് നമ്മളിതിനെയൊക്കെ ഇങ്ങനെ ഓടിയൊക്കെ വന്ന് ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്ത് അവരെങ്ങനെ വന്ന് നമ്മൾ നോക്കുമ്പം ഇതെൻ്റെ ഒരു പയർ കൃഷിയാണ്. അത്യാവശ്യത്തിനൊക്കെ ഉള്ള കുറച്ച് കാ തന്നിട്ട് മഴയായപ്പോൾ പോയി. പയർ കൃഷി ഒരിക്കലും നമുക്ക് മഴയത്ത് ചെയ്യാൻ പറ്റില്ല. ഇത് വേറൊരു വെണ്ടയാണ്. അവരിങ്ങനെ 5-6 കായൊക്കെ തന്ന് നല്ല ഫ്രഷായിരിക്കും കേട്ടോ. നല്ല വെണ്ടയ്ക്ക പറിച്ചെടുക്കുമ്പോഴേ പച്ച കളറിൽ കിട്ടും. ഇതെൻ്റെ ഒരു പച്ചമുളക് എന്ന് വെച്ചാൽ നമ്മൾ തോരത്തിനും കരയ്ക്കുന്നൊരു
പച്ചമുളകാണ്. ഇതെനിക്ക് ഇഷ്ടം പോലെ എന്താ പറയുന്ന മുളക് ഇങ്ങനെ തന്നിട്ട് അവർ ഈ വെള്ളിച്ച ആക്രമത്തിൽ ഇരയായി പോയി. ഞാൻ എല്ലാം അതിനെല്ലാം ഇലയെല്ലാം വിട്ട് കളഞ്ഞിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കണതാണ്. തരും, കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ വരും. ഇതെല്ലാം എൻ്റെ പച്ചമുളകാണ്. സാമ്പാർ പച്ചമുളക് ഇങ്ങനെ അടിപൊളിയായിട്ടൊക്കെ പൊടിച്ചൊക്കെ വരുന്നെല്ലാം ഇത് വരും, സഹായിക്കും. പിന്നെ ഇപ്പം ഈ കീര മഴയത്തെല്ലാം പോയി. ഇത് പുതിന ഇലയാണ് കേട്ടോ. ഇത് നമുക്ക് രാവിലെ കട്ടൻ ചായയിലൊക്കെ ഇട്ടിങ്ങനെ ഒരു ഇലയിട്ട് കുടിച്ചാൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇവിടെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ പുതിന ഇല അതിന് പൊടിപ്പിച്ചെടുത്തതാണ് കേട്ടോ. കിട്ടിയാൽ അങ്ങ് കിട്ടും നല്ല ഭംഗിക്ക്, പോയാൽ അത് പോവും. ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇതൊക്കെ ഞാൻ ഓരോ പച്ചമുളകൊക്കെ ഇങ്ങനെ നട്ടിരിക്കണേന്ന്. ഇതൊരു വെള്ളക്കത്തിരിക്കയുടെ തൈയാണ്. ആവശ്യത്തിന് കായൊക്കെ തന്നിട്ട് അവരിങ്ങനെ നിൽക്കുകയാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഒരു ശരിയായിക്കൊള്ളും. ഇത് ഒരു എരിയുള്ള മുളക്, നമ്മൾ അസുര മുളകെന്നും പറയും. അസുര മുളക് കായ്ഫലമൊക്കെ തന്നിട്ട് പിന്നെ അത് മഞ്ഞ ഇലയായിപ്പോയി. അതിന് ഞാനൊരു മരുന്ന് സ്പ്രേ ചെയ്തിരിക്കുകയാണ്. ഇനി വെയിലൊക്കെ വരുമ്പം പച്ച ഇലയാവും. നമ്മളെ സഹായിക്കും. എന്തായാലും ഇത് പച്ചക്കീരയാണേ. പൂവൊന്ന് ഇടയ്ക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് മുമ്പ് ഇതിൻ്റെ വിത്തൊക്കെ എടുത്ത് നടണം. അതാണ് എൻ്റെ തക്കാളി പിള്ളേർ. അങ്ങനെ വെണ്ടപ്പെണ്ണിങ്ങനെ വരെയാണ്. ഒരു വെണ്ടയുണ്ട്, അതിനെ ഞാനിങ്ങ് ഒടിച്ചെടുക്കുകയാണേ. കാരണം എന്താണെന്നറിയാമോ, നിന്നാൽ ഇനി അതങ്ങ് മുറ്റിപ്പോവും. ഇതെടുത്ത് നമുക്ക് ഒരു ഉള്ളിയും കൂടെ ഇട്ട് ഒരു ചോറൊക്കെ കെട്ടുന്നവർക്കൊരു ചെറിയൊരു കുഞ്ഞു വിഴുക്കുവരട്ടിന് കിട്ടിയില്ലേ, നല്ല ഫ്രഷല്ലേ. ഈ മഴ കാരണമാണ് ഇതൊക്കെ ഒന്ന് നശിച്ചു പോണത്. എന്താ ഒരു നല്ല ഇച്ചിരി നീളമുള്ള തക്കാളി വെണ്ടയ്ക്ക് നല്ല ഭംഗിക്ക് ഇങ്ങനെ കിട്ടും. ഇത് ചെറിയ ഒരു കൊച്ചുള്ളിയും കൂടി ഇട്ടെടുത്താൽ ഒരു ചെറിയ വിഴുക്കുവരട്ടിന് കിട്ടും.